അപ്പോൾ യു.എ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കംപ്ലീറ്റ്ലി പഠിക്കാൻ സഹായിക്കുന്ന ഈ ഒരു വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിൻ്റെ എല്ലാ ബാക്കി വീഡിയോസും ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വൺ ബൈ വൺ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും യു.എ സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ ന്യൂസ് ബേസ് ചെയ്ത് സ്റ്റോക്കുകളൊക്കെ വാങ്ങിച്ചു വെക്കുക, അത് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്യണമെന്ന് അറിയാതെ കൈവച്ചുകൊണ്ടിരിക്കുക. പലരും ഇപ്പം തന്നെ നാട്ടിൽ പോയി വിസ ക്യാൻസലേഷൻ കഴിഞ്ഞിട്ടൊക്കെ പലരും വിളിച്ചിട്ടുണ്ട്. എങ്ങനെ ഇത് വിൽക്കാൻ പറ്റുന്നത്? ഭയങ്കര ബുദ്ധിമുട്ടാണ് വിസ ക്യാൻസലേഷൻ കഴിഞ്ഞൊക്കെ ഇത് വിൽക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് രണ്ടാമത് വിസയിൽ കൊണ്ട് ഇവിടെ വരേണ്ട ആവശ്യമൊക്കെ വരും. അപ്പം ഒരു ഇൻവെസ്റ്ററും ഇതിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൽ തമ്മിൽ ഭയങ്കര ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ ഈ വീഡിയോ സീരീസ് ഫുള്ള് കാണുന്നതോടെ ഇത് യു.എ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലായാലും പോലും എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പാർട്ടിസിപ്പൻസ് ഉള്ളത്, ഏതൊക്കെ അക്കൗണ്ട്സാണ് നമുക്ക് വേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ അർജൻറ്റായിട്ട് ചെയ്തിരിക്കേണ്ടത്, ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻ ചെയ്യുന്നതെന്നൊക്കെ പലർക്കും ഡൗട്ടുണ്ട്. ആരിത് വാങ്ങിക്കും, എനിക്ക് വിൽക്കാനുണ്ട്, ആരിത് വാങ്ങിക്കും, അങ്ങനത്തെ ഡൗട്ടുകളൊക്കെ നമ്മൾ ഇതിനകത്ത് കൺവേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വീഡിയോ നമ്മൾ ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തരുന്നത്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്തുവാന്നുള്ളതും അതിൻ്റെ ബേസിക്സും പിന്നെ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നതെന്നും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാവും. ആദ്യം തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പാർട്ടിസിപ്പൻസിനെ മനസ്സിലാക്കണം. ആരൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പാർട്ടിസിപ്പൻസ് നോക്കാം. അപ്പം നമ്മൾ പാർട്ടിസിപ്പേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. പ്രൈമറി മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് അതിനകത്ത് തന്നെ നമുക്ക് എന്താണ് കമ്പനി അല്ലെങ്കിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. പിന്നെ എന്താണ് ഫണ്ട് റൈസിംഗ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എന്താണ് കമ്പനിയുടെ വാല്യുവേഷൻ എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ നമ്മൾക്ക് വരുന്നത് സെക്കൻഡറി മാർക്കറ്റാണ്. സെക്കൻഡറി മാർക്കറ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്, IPO നമ്മൾ മനസ്സിലാക്കണം. ഏതൊക്കെ റെഗുലേറ്ററീസ് ആണ് അതിനകത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഇൻവെസ്റ്ററിന് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇതിൻ്റെ ഡിപ്പോസിറ്ററി, നമ്മുടെ സ്റ്റോക്സ് ഒക്കെ എവിടെയാണ് വെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ക്ലിയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതായത് നമ്മളൊരു സാധനം വിൽക്കുമ്പോൾ ഒരാൾ വാങ്ങണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആ പൈസ നമുക്ക് തിരിച്ചു വരണമല്ലോ. അത് ചുമ്മാ ഒരാൾ നമുക്ക് അയച്ചു തരുമല്ലോ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡെഫിനേഷൻ നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ചാൽ എ പ്ലേസ് വെയർ പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനി വെയർ ട്രേഡഡ്. സ്റ്റോക്കുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് എന്നേ ഉള്ളൂ സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പം ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് NSEയും BSE ഉണ്ട്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഉണ്ട്. പക്ഷേ UAE വരുമ്പോൾ നമുക്ക് DFMഉം ADXും പിന്നെ നാസ്ഡാക്ക് ദുബായ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. DFM എന്ന് വെച്ചാൽ ദുബായ് സ്റ്റോക്ക് എക്സ്ചേഞ്ചും ADX എന്ന് വെച്ചാൽ അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ്. നാസ്ഡാക്ക് ദുബായ് എന്ന് വെച്ചാൽ നമുക്ക് US സ്റ്റോക്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് മനസ്സിലായി, ഇറ്റ്സ് എ മാർക്കറ്റ് സ്റ്റോക്ക് ബൈയും സെല്ലും ചെയ്യുന്നത്. അപ്പം ഇതിനകത്തൊരു കാര്യമുണ്ട്, പബ്ലിക് ലിസ്റ്റഡ് കമ്പനി. സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ പ്ലേസ് വെയർ പബ്ലിക് ലിസ്റ്റഡ് കമ്പനി ട്രേഡഡ്. അപ്പോൾ പബ്ലിക് ലിസ്റ്റഡ് കമ്പനി എന്ന് മനസ്സിലാക്കണം. അതിന് നമ്മൾ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും എന്ന് മനസ്സിലാക്കണം. പ്രൈമറി മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒരു അൺലിസ്റ്റഡ് ഷെയർ എന്ന് പറയും. എന്ന് വെച്ചാൽ അതൊരു എക്സാമ്പിൾ തുള്ളത് നമുക്ക് പറയാം. ഞാനിപ്പോൾ 2010 ഒരു സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങൾ വിചാരിക്കുക, അല്ലെങ്കിൽ 2010 ഒരു ചെറിയൊരു ബെക്കാല സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങൾ വിചാരിക്കുക, ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ്. അപ്പം അതിൻ്റെ പേര് ജോ സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് ഏകദേശം 5 ലക്ഷം ദിർഹംസ് വേണ്ടി വന്നു. അപ്പോൾ ഞാൻ ലോണും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2013 ആയപ്പോൾ ഒന്നാമത്തെ സൂപ്പർ മാർക്കറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്കത് ഭയങ്കര അതിനകത്ത് നല്ല റവന്യൂ കിട്ടി തുടങ്ങി. അതായത് നല്ലതായിട്ട് സെയിൽസ് ഉണ്ട്, നല്ലൊരു റവന്യൂ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്ത് നമുക്ക് മനസ്സിലായി ഇതിനെ ഒന്നായിട്ട് വെച്ചിട്ട് കാര്യമില്ല, രണ്ടെണ്ണം പക്ഷേ സ്കെയിൽ ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ലോൺ ഒന്ന് ടോപ്പപ്പ് ചെയ്തിട്ട് കുറച്ചുകൂടി പൈസ അറേഞ്ച് ചെയ്തിട്ട് രണ്ടാമതൊരു സൂപ്പർ മാർക്കറ്റ് 2013 സ്റ്റാർട്ട് ചെയ്തു. അപ്പം കുറച്ചുകൂടി പൈസ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഏകദേശം 10 ലക്ഷം ദിർഹംസോളം അതിന് ചിലവായി. അപ്പം 2013 ഞാൻ രണ്ടാമത്തെ സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് 2015 വരെ ഞാൻ ഓടിച്ചു. 2015 ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിന് ഇനി എക്സ്പാൻഡ് ചെയ്യണം. ബിക്കോസ് എനിക്ക് സെയിൽസ് നന്നായിട്ടുണ്ട്, പ്രോഫിറ്റ്, അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റേ ഉള്ളൂ. പക്ഷേ അതിനെ സ്കെയിലപ്പ് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലായി. അപ്പം ഞാൻ ഇനി പൈസ നോക്കുമ്പോൾ എനിക്ക് പൈസ കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു പാർട്ട്ണറിനെ അറേഞ്ച് ചെയ്തു. ഞാൻ വന്നിട്ടൊരു 10 ലക്ഷം ദിർഹംസ് തരാം, അപ്പോൾ നമുക്ക് രണ്ടുപേരും കൂടി ഈ ബിസിനസ് 50-50 കൊണ്ടുവന്ന് പറയും. അവിടെയാണ് നമ്മൾ കമ്പനിയുടെ വാല്യുവേഷൻ അറിയേണ്ടത്. എന്നുവെച്ചാൽ ഞാൻ ആദ്യം ചെയ്തത് 5 ലക്ഷം ദിർഹംസ് കൊണ്ടുവന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കമ്പനിയുടെ ഇതെന്ന് വെച്ചാൽ 1000 സ്റ്റോക്കുണ്ട്. 1000 സ്റ്റോക്കിൻ്റെ 500 രൂപയുടെ 1000 സ്റ്റോക്കായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. 500 രൂപയുടെ 1000 സ്റ്റോക്ക്, 5 ലക്ഷം രൂപ. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് വീണ്ടും ഫണ്ട് റേസ് ചെയ്ത്, അപ്പം കമ്പനിയുടെ വാല്യുവേഷൻ കൂടിയല്ലോ, കൂടുതൽ എമൗണ്ട് അതിനകത്ത് ഇറക്കി, കൂടുതൽ കമ്പനി ഇച്ചിട്ട് വലുതായി. അപ്പം ഈ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസും കൂടി. വീണ്ടും 5 ലക്ഷം രൂപയും കൂടെ ഇറക്കിയപ്പം സ്റ്റോക്കിൻ്റെ വിലയും കൂടി, സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടി. അതിനകത്ത് ഒത്തിരി ഇൻവെൻട്രി കുറേ കാര്യങ്ങളുണ്ടല്ലോ,
പിന്നെ ലാൻഡ് ഉണ്ട്, ഇൻവെൻറ്ററി ഉണ്ട്, റവന്യൂ ഉണ്ട്, പിന്നെ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ വാല്യുവേഷനിൽ വരുന്നതാണ്. പിന്നെ ബ്രാൻഡ് വാല്യൂ ഉണ്ട്. മലബാർ ജ്വല്ലറീസ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡുണ്ട്, തനിഷ്ക്, ഒരു വലിയ ബ്രാൻഡാണ്. അപ്പോൾ ബ്രാൻഡ് വാല്യൂ ഉണ്ട്. ഞാൻ എന്ത് ചെയ്ത് 5 ലക്ഷം രൂപ വിട്ടിട്ട് 10 ലക്ഷം രൂപ ആയപ്പം എൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് എനിക്ക് 1000 രൂപ, ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് 1000 ഷെയർ തന്നെ. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു പാർട്ട്ണറെ കിട്ടി. അപ്പോൾ പാർട്ട്ണർ എന്ത് ചെയ്തു, ഞാൻ ഈ 500 ഷെയർ ഞാൻ പാർട്ട്ണറിന് കൊടുത്തു. അപ്പോൾ 500 ഷെയർ എൻ്റെ 500 ഷെയർ പുള്ളിയുടെ അല്ല. പുള്ളി ഒരു 10 ലക്ഷം രൂപ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു. അപ്പം ടോട്ടൽ 20 ദിറംസ് എൻ്റെ 50%, പുള്ളിയുടെ 50%. അപ്പം 500 സ്റ്റോക്ക് വെച്ച് മാറി. 500 വെച്ച് സ്റ്റോക്കിൻ്റെ ഇതായി. പക്ഷേ ആ 10 ലക്ഷം രൂപ ഇട്ടപ്പോൾ എൻ്റെ കമ്പനിയുടെ വാല്യുവേഷൻ മാറി. അപ്പോൾ എൻ്റെ കമ്പനിയുടെ അന്നേരത്തെ പ്രൈസ് നേരത്തെ 1000 ദിറംസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ 10 ലക്ഷം ആയത് അത് 2000 ദിറംസിലോട്ട് മാറി. അത്രയും വാല്യൂ എന്നത് കയറിയപ്പോൾ 2000 ദിറംസ്. അപ്പം 1000 ഷെയർസ് ഇൻറ്റു 2000 നോക്കുമ്പോൾ നമുക്ക് 20 ലാക്സ് ദിറംസിലോട്ട് അത് മാറി. അപ്പം പാർട്ട്ണറിന് 500 ഷെയറും എനിക്കും 500 ഷെയർ. സ്റ്റോക്കിൻ്റെ പ്രൈസ് 2000, അല്ലെങ്കിൽ അങ്ങനെ 2017 ടു 2020 വരെ ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ 2 സ്റ്റോറുകൾ കൂടുതൽ, ടോട്ടൽ 4 സൂപ്പർ മാർക്കറ്റ്, മിനി സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഇനി എക്സ്പാൻഡ് ചെയ്യാൻ നോക്കിയപ്പം നമ്മുടെ ആരുടെയും ഫണ്ടില്ല. എവിടെയാണ് നമുക്ക് വെഞ്ചർ ക്യാപിറ്റൽ, അതായത് ഫണ്ട് റേസിങ് വഴി വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു കൂട്ടം ആൾക്കാർ വരുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഇതിന് ഇനിഷ്യലായിട്ട് ഒരു വലിയ തുക ഇടുന്ന ഒരാൾക്കാരാണ്. അപ്പം നമ്മുടെ ടോട്ടൽ 20 ലാക്സ് ആയിരുന്നു. 20 ലാക്സ് ദിറംസിലോട്ട് നമ്മൾ ടോട്ടൽ വർത്ത് പോയായിരുന്നു. അപ്പോൾ 2020 ആയപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം 25 ലാക്സിലോട്ട് ഇതിൻ്റെ ടോട്ടൽ വാല്യുവേഷൻ എത്തി. നമുക്ക് ഇൻവെൻട്രി, നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം കൂടുതൽ സാധനം മേടിച്ച് നമുക്ക് 25 ലാക്കിലോട്ട് ഇതെത്തി. നമുക്ക് കൂടുതൽ പൈസ വേണം. കൂടുതൽ പൈസ വരുമ്പോൾ 2020 വെഞ്ചർ ക്യാപിറ്റലിനെ നമ്മൾ, അതായത് ഈ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഫണ്ട് തരുന്ന ആൾക്കാരോട്, വലിയ ഫണ്ട് തരുന്ന ആൾക്കാരെ നമ്മൾ അപ്രോച്ച് ചെയ്തു. എന്ന് വെച്ചാൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ പറയും, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ അതിന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അപ്രോച്ച് ചെയ്തു. അവരെന്ത് ചെയ്തു, അവർ പറഞ്ഞു 40% അവർ കൊടുക്കാൻ പറഞ്ഞു. അപ്പം 40% അവർ കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 10 ലക്ഷം ദിറംസോളം 22% വെച്ചിട്ട് 2 വെഞ്ചർ ക്യാപിറ്റൽസിന് നമ്മൾ കൊടുത്തു. അപ്പം അവരുടെ 22.5%, എൻ്റെ 27.5%, എൻ്റെ പാർട്ട്ണറിലെ 27.5%. അപ്പോൾ ഏകദേശം 15 ലക്ഷം ദിറംസോളം നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ വെർത്ത് ആ സമയത്ത് 25,000 ആയിരുന്നു. നമുക്ക് ഏകദേശം 15 ലക്ഷം രൂപയും കൂടെ കിട്ടി. ടോട്ടൽ 40 ലാക്ക് ദിറംസിൻ്റെ ഒരു കമ്പനിയായിട്ട് ഇത് മാറി. അപ്പം നമുക്കിത് ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഇതിനെ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 10 ഷോപ്പോളം നമ്മൾ ടോട്ടൽ ആ ഒരു പൈസയും കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിന് 2020 മുതൽ 2024 വരെ റൺ ചെയ്തു. അപ്പോൾ 2024 വരെ റൺ ചെയ്തപ്പോൾ അത് നല്ലൊരു പ്രോഫിറ്റായി. അതിന് കൂടുതൽ കസ്റ്റമേഴ്സായി, കൂടുതൽ റവന്യൂ ആയി, കൂടുതൽ കാര്യങ്ങളായി. അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ അപ്പം ഇവർക്കൊക്കെ നമ്മുടെ പൈസ ഇതിനകത്ത് കിടക്കും. നമ്മൾ റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാണല്ലോ, വരുന്ന പൈസ തിരിച്ചിങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ കമ്പനി വളരത്തുള്ളൂ. അങ്ങനെ ഒരു സർട്ടൺ പോയിന്റ് എത്തുമ്പോൾ ഈ വെഞ്ചർ ക്യാപിറ്റൽ, ഇതിൻ്റെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ബോർഡ് മീറ്റിങ്ങിൽ അവർ പറയും നമുക്കിതിന് സ്റ്റോക്ക് പുറത്ത് വയ്ക്കാം, നമുക്ക് ഇനിയും എക്സ്പാൻഡ് ചെയ്യണം. ഇപ്പം UAE മാത്രമേ ഉള്ളായിരുന്നു, UAE മാത്രം 15 ഷോപ്പായി. സൗദി അറേബ്യയിലും ഖത്തറിലും ഒക്കെ ഇതിന് ഓരോരോ ഷോപ്പ് ഇടണം, ഇന്ത്യയിലൊരു ഷോപ്പ് ഇടണം. അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ട് ബോർഡ് മീറ്റിങ്ങിൽ നമുക്കിത് പബ്ലിക്കലി ലിസ്റ്റ് ചെയ്യാമെന്ന് പറയും. അവിടെയാണ് നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് ഇടുന്നത്, അവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സൊക്കെ എൻ്റർ ആകുന്നത്. അപ്പം എന്ത് ചെയ്യും, ഇവരെല്ലാവരും 10% വെച്ചിട്ട്, അതായത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് 2 പേരും 10 വെച്ചിട്ട്, ഞാനും എൻ്റെ പാർട്ട്ണറും 10%, ടോട്ടൽ 40% നമ്മൾ പുറത്ത് വയ്ക്കും. അപ്പോൾ 40% പുറത്ത് വയ്ക്കുമ്പോൾ ഇതിൻ്റെ വാല്യുവേഷന് 4 വർഷം കൊണ്ട് നമ്മളത് 50 ലാക്ക് ദിറംസിൻ്റെ കമ്പനിയാക്കി മാറ്റി. അപ്പം ഈ 50 ലാക്ക് ദിറംസിൻ്റെ നമ്മൾ 40% പുറത്ത് വിറ്റു. എന്നിട്ട് കുറേ അതിൻ്റെ ക്രൈറ്റീരിയസും കുറേ അതിൻ്റെ പ്രൊസീജിയേഴ്സും ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് മൊത്തം നമ്മൾ തീർത്തിട്ട് നമ്മൾ ദുബായിലാണെങ്കിൽ SCA ആണ്, സെക്യൂരിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി അതോറിറ്റിയുടെ അണ്ടറിൽ, അതൊരു ബാങ്ക് ത്രൂ നമ്മൾ വാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഡീറ്റെയിൽസ് മൊത്തം അവർക്ക് കൊണ്ട് കൊടുക്കുക. അവരത് വാലുവേറ്റ് ചെയ്തിട്ട് അതിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അതിന് കറക്റ്റ് വാലുവേഷൻ ആണ് എല്ലാം നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, ഈ ഫുൾ അതിന് വലിയ പ്രൊസീജിയറാണ്. അതെല്ലാം കൊടുത്തിട്ട് ഇവർ ലിസ്റ്റ് ചെയ്യാനുള്ളത്. അങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരുന്ന കമ്പനീസാണ് ഇപ്പോൾ സാലിക്ക് വന്നു, ദീവ, പിന്നെന്താണ് ഇപ്പം പാർക്കിങ് വന്നു, ഇപ്പം ഡെലിവറോ, പിന്നെ അങ്ങനെ എല്ലാ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസും
ഈ രീതിയിലാണ് IPO വരുന്നത്. അപ്പോൾ IPO വരുമ്പം DFMൽ ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഏകദേശം 70 കമ്പനിയുണ്ട്. ഇങ്ങനെ ഈ ഇത്രയും സ്ട്രിഞ്ചൻ്റായിട്ടുള്ള എല്ലാ ക്രൈറ്റീരിയയും ചെയ്ത് വന്ന 70 കമ്പനീസ് ഉണ്ട് IPO വന്നിട്ടുള്ളത്. ADXലാണ് 80 കമ്പനീസ് ഉണ്ട്. അപ്പം നിങ്ങൾക്കറിയാം UAE ടോട്ടലി എത്ര കമ്പനീസ് ഉണ്ടെന്ന്. അപ്പോൾ ഇത്രയും കമ്പനീസിലാകെ 70 + 80 ഏകദേശം 180 കമ്പനി മാത്രമേ നമുക്ക് ലിസ്റ്റഡായിട്ട് UAE വന്നിട്ടുള്ളൂ. ബാക്കി ഒരുപാട് കമ്പനീസ് പുറത്തുണ്ട്. അപ്പം UAE ലിസ്റ്റഡായിട്ടുള്ള 150 കമ്പനീസ് ടോട്ടലുള്ളൂ 2 മാർക്കറ്റുമായിട്ട്. അപ്പം അത് വളരെ സ്ട്രിഞ്ചൻ്റായിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ നോക്കിയ കമ്പനിയെ ഇവാലുവേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് IPO വരത്തുള്ളൂ. അപ്പം നിങ്ങൾക്കിത് എന്തിനു വേണ്ടിയാണ് കമ്പനി IPO ലിസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി. എന്താണ് പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം പബ്ലിക്കലി ലിസ്റ്റ് ചെയ്യാത്ത കമ്പനീസും ഉണ്ട് ടോട്ടലി. അപ്പോൾ നമ്മൾ സംസാരിക്കും. അപ്പോൾ ആദ്യം ഒരു സൂപ്പർ മാർക്കറ്റ് ജോ സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനി അല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഫണ്ട് റേസ് ചെയ്ത് പാർട്ട്ണറിനെ ആദ്യം കണ്ടുപിടിച്ച്, അത് കഴിഞ്ഞ് വെഞ്ചർ ക്യാപിറ്റലിൻ്റെ അടുത്ത് പോയി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എല്ലാവരും കൂടി കുറച്ച് പെർസെൻറ്റേജ് എടുത്ത് വിറ്റ് നമ്മളിത് IPO ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ് വെച്ചു. അപ്പോഴാണ് നമുക്ക് ഒരു ഇൻവെസ്റ്ററിന് ഇത് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ കമ്പനി എന്താണെന്ന് മനസ്സിലാക്കി, എന്താണ് വാല്യുവേഷൻ മനസ്സിലാക്കി, എന്താണ് IPO പ്രോസസ്സ് എന്ന് മനസ്സിലാക്കി, എന്തിനാണ് IPO ചെയ്യുന്നത് മനസ്സിലാക്കി. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോകാം. ഇൻവെസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ പബ്ലിക്, അല്ലെങ്കിൽ നിങ്ങളും ഞാനുമായിട്ടുള്ള എല്ലാവരുമാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ആ പബ്ലിക്കിനെ എല്ലാം കൂടെ പറയുന്ന ഇൻവെസ്റ്റേഴ്സിനെ പറയാം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും. നമ്മളെല്ലാവരും അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്ററാണ്. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള വലിയ ഇപ്പം ബ്ലാക്ക് റോക്ക്, അങ്ങനെയൊക്കെ ഒത്തിരി വെങ്കാർഡ് എന്നൊക്കെ പറഞ്ഞ US വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അവരൊക്കെ ഇൻവെസ്റ്റേഴ്സായിട്ട് വരും. പിന്നെ ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസ് ഉണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് 5000 10,000 എന്നൊക്കെ അല്ല. അപ്പോൾ ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ചിലപ്പം 10 ലക്ഷം ദിർഹംസോ അല്ലെങ്കിൽ 50 ലക്ഷം ദിർഹംസോ അങ്ങനെയൊക്കെയാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ളത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സാണ്. ഇപ്പം UAE ആൾക്കാർ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. വലിയ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇതിനെക്കുറിച്ച് ഈ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്ക് വേറെ ദിവസം വീഡിയോ ചെയ്യാം. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ച് മാത്രമാണ്. ഇപ്പം എന്തിനാണ് ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ പോകുന്നത്? ഇപ്പം ലിറ്ററലി പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ. ഇപ്പം എന്തിനാണ് ജോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് ഇതിനകത്ത് സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ 2 രീതിയിലാണ് ഒരു ഇൻവെസ്റ്റേഴ്സിന് പൈസ ഉണ്ട്. ഒന്ന് ക്യാപിറ്റൽ അപ്രിസിയേഷൻ, അല്ലെങ്കിൽ നമുക്ക് ഡിവിഡൻറ്റ്. ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു 100 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു, അതിൻ്റെ പ്രൈസ് 200 രൂപയാകുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന, അപ്പോൾ ആ പ്രോഫിറ്റുള്ള 100 രൂപയ്ക്കാണ് നമ്മൾ ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഡിവിഡൻറ്റ് എന്ന് വെച്ചാൽ ഒരു കമ്പനി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 27.5% ഞങ്ങളുടെയിലും ആസ് എ മെയിൻ പ്രൊമോട്ടർ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലും പിന്നെ എൻ്റെ പാർട്ട്ണറുടെ എല്ലാം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന് 22.5% ഉണ്ട്. ഇവർക്കെപ്പോഴും ഒരു വർഷത്തിൽ ഈ കമ്പനി നടത്തുന്ന ഒരു ലാഭം വേണ്ടേ. അപ്പം ലാഭവിഹിതം നമ്മൾ ഡിവിഡൻ്റായിട്ട് കൊടുക്കും. അപ്പം ആസ് എൻ ഇൻവെസ്റ്റർ നമ്മൾ ചിലപ്പോൾ 1000 രൂപയോ അല്ലെങ്കിൽ ഒരു 5000 ദിർഹംസിനുള്ള സ്റ്റോക്കേ കാണത്തുള്ളൂ. പക്ഷേ നമ്മുടെ 50 നമ്മുടെ നേരത്തെ പറഞ്ഞ കമ്പനിക്ക് 50 lakh ദിർഹംസിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് കിട്ടുന്ന ഡിവിഡൻറ്റ് ചിലപ്പോൾ 100-200 രൂപയുള്ളൂ. അവർക്ക് കിട്ടുന്ന ഡിവിഡൻറ്റ് 1 ലക്ഷം 2 ലക്ഷം ദിർഹംസ് വെച്ചിട്ടായിരിക്കും ഡിവിഡൻറ്റ് കിട്ടുന്നത്, ഡിവിഡൻറ്റായിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ. അപ്പം കമ്പനികൾ ഇപ്പം ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ വലിയ കോർപ്പറേറ്റ്സുകളൊക്കെ, അതായത് ഇപ്പം ടാറ്റയോ അല്ലെങ്കിൽ റിലയൻസോ എന്നൊക്കെ പറയുന്ന കമ്പനീസൊക്കെ, അല്ലെങ്കിൽ നല്ല ഏഷ്യൻ പെയിൻറ്റ്സ്, പിഡിലൈറ്റ് എന്നൊക്കെ പറഞ്ഞ കമ്പനീസൊക്കെ അവരുടെ ഫാമിലി ബിസിനസ് ആയിരിക്കും ഈ ഒരു ബിസിനസ് എന്ന് വെച്ചാൽ ഈ ഏഷ്യൻ പെയിൻറ്റ്സും പിഡിലൈറ്റ് എന്നൊക്കെ പറഞ്ഞത്. അപ്പം അവരതിനകത്തുനിന്ന് ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ വെഞ്ചർ ക്യാപിറ്റൽസിനെ വിറ്റ് അത് കഴിഞ്ഞ് പുറത്ത് IPO ഒക്കെ വിറ്റ് കഴിയുമ്പം ഇവർക്ക് പൈസ വേണം ജീവിക്കണം, അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടേതായ ഇത്രയും ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ, അവർക്കും ബെനിഫിറ്റ് വേണം. അപ്പോൾ അവരെടുക്കുന്നൊരു പൈസയാണ് ഡിവിഡൻറ്റ്. പക്ഷേ അവരുടെ ഹ്യൂജ് നമ്പർ ഓഫ് സ്റ്റോക്ക് ഉള്ളപ്പോൾ അവർക്ക് ഇപ്പം 10 ലക്ഷം സ്റ്റോക്ക് ഉള്ളവന് 1 രൂപ വെച്ച് ഡിവിഡൻറ്റ് എടുത്താൽ പോലും 10 ലക്ഷം ദിർഹംസായി, അല്ലെങ്കിൽ 2 രൂപ ഡിവിഡൻറ്റ് എടുത്താൽ 20 ലക്ഷം ദിർഹംസായി. അപ്പം 10 ലക്ഷം ഷെയറിലൊരാൾക്ക് 1 ദിർഹംസ് എടുത്താൽ 10 ലക്ഷം രൂപയും 2 ദിർഹംസ് എടുത്താൽ 20 ലക്ഷം രൂപയുമാണ് അവിടെ ഡിവിഡൻറ്റായിട്ട്. പക്ഷെ നമ്മുടെ ചിലപ്പം അതിൻ്റെ 500 സ്റ്റോക്ക് വില കാണത്തുള്ളൂ. അപ്പോൾ 1 രൂപ വെച്ചെടുത്ത് 500 രൂപയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരത്തുള്ളൂ. അപ്പം ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് പൈസ ഉണ്ടെന്ന്. പിന്നെ ഇതിന് 2 മെത്തേഡുണ്ട്. എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാം, ട്രേഡിങ് ചെയ്യാം.
അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ നേരത്തെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് അതിനെ വളരാൻ അനുവദിക്കുക, അതാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ലോങ് ടൈം ആയിരിക്കും, 5 to 10 years ഒക്കെ ലോങ് ടൈം ആയിരിക്കും. പിന്നെ ട്രേഡിംഗ് എന്ന് വെച്ചാൽ അതിനകത്ത് ഒത്തിരി സ്വിംഗ് ട്രേഡിംഗ് ഉണ്ട്, BTS ഉണ്ട്, ബൈ ടുഡേ സെൽ ടുമോറോ, പിന്നെ ഇൻട്രാഡേ ഉണ്ട്, അങ്ങനെ കുറേ ട്രേഡിംഗ് ഉണ്ട്. ഈ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും വളരെ വ്യത്യാസമുണ്ട്. ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഹൈ സ്കിൽ ആവശ്യമുള്ളതാണ്, ഇൻവെസ്റ്റിങ്ങിന് ഹൈ സ്കില്ലൊന്നും ആവശ്യമില്ല. പിന്നെ ട്രേഡിംഗ് എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ട് ട്രേഡിങ് ചെയ്യാന്ന് വെച്ചാൽ അത് ഇമ്പോസിബിളാണ്. ബിക്കോസ് ട്രേഡിങ്ങിൽ നിങ്ങൾ ഇപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ട് നിൽക്കുന്ന ഒരാൾ നാളെ പോയിട്ട് മെക്കാനിക്കലിൻ്റെ വർക്ക് ചെയ്യാൻ പറഞ്ഞ പോലാണ് ഇത്. അതായത് ഒരു പ്രൊഫഷനാണ് ട്രേഡിങ്. ആ ട്രേഡിങ്ങിനകത്ത് പെട്ടെന്ന് നമ്മൾ ഹാഫായിട്ടിരുന്ന് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് പോകരുത്, വളരെ ഡേഞ്ചറസ് ആണ്. അപ്പം ഈ ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ഒരു പ്രൊമോട്ടറായ, ഇപ്പം ഞാനൊരു ഓണറാണല്ലോ, 27% ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നത്? ഒന്ന്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഞാൻ സെല്ല് ചെയ്യുന്നില്ല, എന്നാലും ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടും. അപ്പോൾ എൻ്റെ സ്റ്റോക്കിൻ്റെ വില കൂടിക്കൊണ്ട്, ഇപ്പം പബ്ലിക്കിൽ ലിസ്റ്റഡ് ആയി കഴിഞ്ഞ് ഈ ഒരു കമ്പനി എല്ലാവർക്കും അറിയാവുന്നത്, ഇപ്പം ലുലുവിൻ്റെ IPO വരുന്നു. ലുലുവിൻ്റെ IPO സെയിം സിനാരിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം IPO വരുമ്പോൾ എല്ലാവർക്കും ലുലു ആണ് നല്ല കമ്പനിയാണ്, നമ്മളവിടെ സാധനം മേടിക്കുന്നതാണ്, അങ്ങനെ ഒരു വന്നിട്ട് ഇതിൻ്റെ പ്രൈസ് വീണ്ടും കൂടും. അപ്പം നമുക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈയിലാണ് ഈ സ്റ്റോക്ക് പ്രൈസ് മുകളിലോട്ടായിട്ടും പോകുന്നത്. അപ്പം അതുമാത്രമല്ല സ്പെക്കുലേഷനും ഉണ്ട്, നല്ല സ്പെക്കുലേഷൻ ഉണ്ട്, ഫ്യൂച്ചർ ആസ്പെക്ട്സുകളുണ്ട്. അതിന് വരുന്ന ഇപ്പം ലുലു പുതിയ ഷോപ്പ് തുറക്കാൻ പോകുന്ന അതിന് അങ്ങനത്തെ ന്യൂസുകളുണ്ട്. പുതിയ ഏരിയ, ഇപ്പോൾ സ്ഥലം വാങ്ങിച്ചു ലുലു, അങ്ങനെയുണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് ലുലു വരുന്നു, കോഴിക്കോട് ലുലു വരുന്നു, ഇങ്ങനെയൊക്കെ ഒരു ന്യൂസ് വരുമ്പോൾ സ്പെക്കുലേഷനും ഉണ്ടാവും. അപ്പം എല്ലാവർക്കും ലുലു മേടിക്കാൻ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ആ രീതിയിൽ സ്റ്റോക്ക് വരുമ്പോഴത്തേക്ക് കൂടുതൽ ആൾക്കാർ ഇതിനെ ബൈ ചെയ്യാൻ പോകും. നമ്മൾ ഇത് പുറത്ത് വിറ്റത് 40% ഓഫ് കമ്പനിയാണ്. എന്നുവെച്ചാൽ 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 22 ലാക്സിൻ്റെ സ്റ്റോക്സാണ് പുറത്ത് വിറ്റത്. പക്ഷേ മാർക്കറ്റിൽ ഒരു 30 ലാക്സ് ആൾക്കാർ മേടിക്കാനുണ്ട് ഇത്, അല്ലെങ്കിൽ ഒരു 35 ലാക്സ് ആൾക്കാർ ഇത് മേടിക്കാനുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രൈസ് മുകളിലോട്ട് പോകും. അതുമാത്രമല്ല ഇത്രയും ന്യൂസും കാര്യങ്ങളൊക്കെ കിടക്കുമ്പോൾ ഇത് ഉറപ്പായിട്ടും പ്രൈസ് മുകളിലോട്ട് പോകും. അപ്പം അങ്ങനെ മുകളിലോട്ട് പോകുമ്പം എൻ്റെ ഇരിക്കുന്ന 27% സ്റ്റോക്സും മുകളിലോട്ട് പോകും, നിങ്ങളെ ഇരിക്കുന്ന ഒരു സ്റ്റോക്കും മുകളിലോട്ട് പോകും. അപ്പോൾ അങ്ങനെയാണ് ക്യാപിറ്റൽ അപ്രീസിയേഷനും നമുക്ക് കിട്ടുന്നത്. സ്റ്റോക്കിൻ്റെ വേരിയേഷനൊക്കെ അതുകൊണ്ടാണ്. അപ്പം ഓരോ നിമിഷവും ഓരോരുത്തർ സെല്ലും ബൈയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരാൾ 500 ക്വാണ്ടിറ്റി വിൽക്കും, ചിലപ്പോൾ ഒരു 500 ക്വാണ്ടിറ്റി വാങ്ങും. ഇതൊക്കെ ഇൻഷ്യലായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മളൊരാളെ കണ്ടുപിടിച്ച് വിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ സെൽ ഓർഡർ ഇട്ടാൽ ഉടനെ ഈ സാധനം സെല്ലായിക്കോളും. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ അതുപോലെ വോളിയം നടക്കുവാണ്. ഇപ്പം ഇന്ത്യൻ മാർക്കറ്റ് പറയുവാണെങ്കിൽ ഏകദേശം 47,000 crores വോളിയം ഡെയിലി നടക്കുന്നുണ്ട്. UAE മാർക്കറ്റിൽ അത് കുറവാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ വോളിയം നോക്കുവാണെങ്കിൽ ട്രേഡ് വോളിയം പെർ ഡേ നോക്കുകയാണെങ്കിൽ 10 to 15 ബില്യൺ USD ഉണ്ട്. പക്ഷേ UAE മാർക്കറ്റ് നോക്കുവാണെങ്കിൽ 100 to 200 മില്യണേ ഉള്ളൂ. അപ്പം നമ്മുടെ മാർക്കറ്റ് വളരെ വലുതാണ് കമ്പയർഡ് ടു UAE മാർക്കറ്റ്. അപ്പം UAE മാർക്കറ്റിലുള്ള ട്രേഡിൻ്റെ എണ്ണവും ടോട്ടൽ നമ്പർ ഓഫ് ട്രേഡ് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ 1.5 to 2 മില്യൺ ഉണ്ട് ട്രേഡ്. പക്ഷേ UAE മാർക്കറ്റ് വരുമ്പം 10 to 20,000 ഉള്ളൂ ട്രേഡൊക്കെ വരുന്നത്, മാക്സിമം 25,000. അപ്പം അത് വേറൊരു കാര്യം, ഒരു ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇഷ്ടംപോലെ ഡെയിലി ട്രേഡ് നടക്കുന്നുണ്ട്, ഹ്യൂജ് വോളിയത്തിൻ്റെ ഡെയിലി ട്രേഡ് ഡെയിലി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ 500, 1000, 10,000 രൂപയുടെ സ്റ്റോക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഇതിനകത്ത് ഡൈല്യൂട്ടായി പൊക്കോളും. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് എങ്ങനെയാണ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്തുകൊണ്ടാണ് ഫ്ലക്ച്വേഷൻ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു യുദ്ധമൊക്കെ വരുവാണെങ്കിൽ, ഇപ്പം വലിയ യുദ്ധങ്ങളൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ ഇതിനകത്ത് എഫക്റ്റ് ആവും. പിന്നെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ലുലു എന്ന് പറഞ്ഞ ഷോപ്പ് നാട്ടിൽ കുറേ ഷോപ്പ് ഇടുന്നു. അപ്പോൾ ഇവിടെ IPO കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇത്രയും അത് ഡെവലപ്പ് ചെയ്യുന്നു, ഇനി അത് ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മളിനി അത് സ്പെക്കുലേഷൻ വെച്ച് മേടിക്കുമ്പോൾ പ്രൈസ്. അപ്പം നമുക്ക് ഈ ബേസിക് കാര്യങ്ങൾ ബൈയും സെല്ലും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഒരു ഇൻവെസ്റ്റർ എങ്ങനെ സ്റ്റോക്ക് വാങ്ങിക്കും? നമുക്കൊരിക്കലും ഡയറക്റ്റ് പോയിട്ട് ഒരു കമ്പനിയിൽ നിന്ന് സ്റ്റോക്ക് വാങ്ങിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് സ്റ്റോക്ക് വാങ്ങിക്കാൻ പറ്റില്ല. എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു മാർക്കറ്റാണല്ലോ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ പോയി നമുക്ക് ഡയറക്റ്റ് വാങ്ങിക്കാൻ പറ്റില്ല, നമുക്കൊരു ബ്രോക്കറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ബ്രോക്കർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും പൈസ ഇടപെടുന്ന കാര്യമില്ല. അപ്പോൾ നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞ് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇതിന് ഈ സ്റ്റോക്കൊക്കെ പണ്ടെന്ന് വെച്ചാൽ ഈ ഏർലി ഡേയ്സിന് ഇന്ത്യയിലൊക്കെ പേപ്പർ ഫോർമാറ്റിലാണ്
സ്റ്റോക്സൊക്കെ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് ബോംബെയിലൊക്കെ പോയിട്ട് സെല് ചെയ്യണമായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ ഡിജിറ്റലാണ്. നമുക്ക് ഒന്ന് ഞെക്കിയ ഒരു മൊബൈൽ ഫോണിൽ ക്ലിക്ക് ചെയ്താൽ ഉടനെ അത് സെല്ലിങ് നടക്കും, അവർ നമുക്കിത് വേണ്ടി ചെയ്യും. അപ്പം ഇതെങ്ങനെ ഇത് സിസ്റ്റം സെയിം തന്നെയാണ്. ഇപ്പോഴും ബ്രോക്കറാണ് സെല്ലും ബൈയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കും. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോൺ വിളിച്ച് പറയുന്ന സെറ്റപ്പായി. അത് കഴിഞ്ഞിപ്പോൾ മൊബൈൽ ഫോണിലായി. അപ്പം സിനാരിയോസ് മാറിയെന്നേ ഉള്ളൂ, പക്ഷേ പ്രോസസ്സ് സെയിം തന്നെയാണ്. ബ്രോക്കറാണ് ഇത് സെല്ലും ബൈയും ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ സ്റ്റോക്സൊക്കെ വാങ്ങിച്ച് നമ്മൾ ഡിജിറ്റൽ ഫോമിലാണ് സൂക്ഷിക്കുന്നത്. അപ്പം അതിന് നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ഇവിടെ പറയുന്നത്, UAE പറയുന്ന ഒരു ഇൻവെസ്റ്റർ ID എന്ന് പറയും. അപ്പം ADHൽ ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നമുക്കൊരു ഇൻവെസ്റ്റർ ID ഉണ്ട്, ADH NIN നമ്പർ. അതുപോലെ ADHൽ സ്റ്റോക്ക് വാങ്ങിക്കണം, അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റോക്ക് വാങ്ങിക്കണം, നമുക്കൊരു NIN നമ്പർ അവിടെ നിന്ന് കൊടുക്കണം. ഇത് രണ്ടും നമുക്ക് ഡീറ്റെയിലായിട്ട് നമുക്ക് സംസാരിക്കാം എങ്ങനെ അതെടുക്കും എന്നുള്ളത്. പക്ഷേ ഈ അക്കൗണ്ട് നമ്പർ നമുക്ക് UAE സ്റ്റോക്ക് മാർക്കറ്റ് ദുബായ് സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യണമെങ്കിലും അബുദാബി സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യണമെങ്കിലും സെപ്പറേറ്റ് ആയിട്ടുള്ള NIN നമ്പർ വേണം. പിന്നെ ഇതിൻ്റെ നമുക്ക് ബേസിക്ക് വേണ്ടിയത് ഒരു ബാങ്ക് വേണം, ഒരു ബ്രോക്കർ വേണം, പിന്നെ ഇൻവെസ്റ്റർ കാർഡ് വേണം, NIN നമ്പർ വേണം. അപ്പം ബാങ്ക് നമുക്ക് ഓൾറെഡി കാണും, UAEയിലുള്ള എല്ലാവർക്കും ഒരു ബാങ്ക് കാണും. ആ ബാങ്ക് ലിങ്ക് ചെയ്തിട്ട് നമുക്കൊരു ബ്രോക്കറിനെ സമീപിക്കാൻ പറ്റും. ഒരുപാട് ബ്രോക്കറുണ്ട്. ഇന്റർനെറ്റ് സെക്യൂരിറ്റീസ്, ബാങ്കിൽ തന്നെ ബ്രോക്കറായിട്ട് ആക്ട് ചെയ്യുന്നതുണ്ട്. ഇപ്പം മഷർ സെക്യൂരിറ്റീസ്, പിന്നെ XNBD സെക്യൂരിറ്റീസ്, അങ്ങനെ ഒത്തിരി അത് തന്നെ ബ്രോക്കറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബ്രോക്കേഴ്സ് തന്നെയുണ്ട്. ഇന്റർനെറ്റ് സെക്യൂരിറ്റി, BHM ക്യാപിറ്റൽ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ വേറെ വീഡിയോ ചെയ്യാം. പിന്നെ ഞാൻ അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അപ്പം ഒരുപാട് പൈസ ഇൻവോൾവ് ആകുന്ന കാര്യമാകുമ്പം അതിനകത്ത് ഒത്തിരി റിസ്ക് ഉണ്ട്. അപ്പം കള്ളത്തരങ്ങൾ ഒത്തിരി ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഈ പൈസ ട്രാൻസാക്ഷൻ അതിൻ്റെ ക്ലിയറൻസ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് ദുബായ് സെൻട്രൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്ററി ആണ്. CDSലാണ് ഈ സ്റ്റോക്കൊക്കെ വെക്കുന്നത്. അത് ക്ലിയർ ചെയ്യുന്നത്, അതായത് സെറ്റിൽമെൻ്റ് ഒക്കെ നടത്തുന്നത് ദുബായ് ക്ലിയർ എന്ന് പറഞ്ഞൊരു ഡിവിഷനാണ്. ഇപ്പം നമ്മുടെ നാട്ടിലാണ് സെൻട്രൽ ഡിപ്പോസിറ്ററി CDSL ഒക്കെയാണ് ചെയ്യുന്നത്, ഇന്ത്യയിലൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ദുബായ് CSTയും ദുബായ് ക്ലിയറുമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ഫുൾ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കണം. അതായത് ഈ പൈസ വിൽക്കുകയും വാങ്ങുകയും ഒരാളെ നിന്ന് മേടിച്ച് ഒരാളെ കൊടുക്കുന്നതും അതിൻ്റെ ട്രാൻസാക്ഷനും എല്ലാം ചെയ്യുന്ന ഇവരാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന, അതായത് സ്റ്റോക്ക് മാർക്കറ്റ്, ഈ CDSL, പിന്നെ ബ്രോക്കേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, അങ്ങനെ മുതലായ എല്ലാ ഇതിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവിഷനാണ് UAE സെക്യൂരിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി അതോറിറ്റിയാണ്. ഇന്ത്യയിലാണെങ്കിൽ അത് SEBI എന്ന് പറയും, UAEയിൽ SCA എന്ന് പറയും. ഇന്ത്യൻ ഗവൺമെൻറ്റാണ് SEBI എന്ന് പറയുന്നത്. UAE ഗവൺമെൻറ്റാണ് UAE സെക്യൂരിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി അതോറിറ്റി, SCA എന്ന് പറയുന്നത്. അപ്പം ഇവരാണ് ഈ പബ്ലിക് ലിസ്റ്റഡ് ഷെയർസ് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ അതെത്ര വാല്യുവേഷൻ ഉള്ളതാണോ, അതായത് ഈ കമ്പനിയും ബാങ്കും കൂടി ചേർന്നിട്ടാണ് വാല്യുവേഷൻ ചെയ്തിട്ട് IPO ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ IPO അവർ വാല്യുവേറ്റ് ചെയ്തിട്ട് അതിന് സ്ട്രെങ്തനായിട്ടുള്ള അതിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസ് ചെയ്തിട്ട് മാത്രമേ IPOs ഒക്കെ വരത്തുള്ളൂ. പിന്നെ ഈ ഒരു ബ്രോക്കേഴ്സ് ഹൗസിനെയും ബ്രോക്കേഴ്സ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻവെസ്റ്റേഴ്സ്, ട്രേഡിംഗ് അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട്, ക്ലിയറിംഗ് ഹൗസുകൾ, പിന്നെ ഇതിന് ഡിപ്പോസിറ്ററി ചെയ്യുന്ന സ്ഥലത്ത്, സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തൊക്കെ ഇത് മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് SCA എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്താണ് US സ്റ്റോക്ക് മാർക്കറ്റ്, അല്ലെങ്കിൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്, UAEയിലുള്ള ഏതൊക്കെ പാർട്ടിസിപ്പൻസ് ആണ്, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് സ്റ്റോക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്, സ്റ്റോക്ക് വിൽക്കുന്നത് ആരാണ്, നമ്മുടെ സ്റ്റോക്ക് വാങ്ങിക്കുന്നത്, അതുമാത്രമല്ല എന്താണ് ബ്രോക്കർ, എന്താണ് കമ്പനി, എന്താണ് കമ്പനിയുടെ വാല്യുവേഷൻ, എന്താണ് IPO പ്രോസസ്സ്, എങ്ങനെയാണ് IPO കൊണ്ടുവരുന്നത്, എന്താണ് പബ്ലിക് ലിസ്റ്റഡ് കമ്പനി, എന്താണ് പ്രൈമറി മാർക്കറ്റ്, എന്താണ് സെക്കൻഡറി മാർക്കറ്റ്, ഇങ്ങനെയൊക്കെ മുതലായ എല്ലാത്തിൻ്റെയും ആൻസർ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ വീണ്ടും നിങ്ങൾ കാണുക, നിങ്ങൾ നോട്ട് എഴുതുക, എന്നിട്ട് വീണ്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ക്ലിയറായിട്ട് മനസ്സിലാവും. പിന്നെ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ദുബായ് സ്റ്റോക്ക് മാർക്കറ്റിനെ അല്ലെങ്കിൽ UAE സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണ് നമ്മളിപ്പം ചെയ്തത്. അപ്പം ഇതിന് പിന്നെ ഇനിയും സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ഇത് 1 by 1 കാണുക. ഞാൻ എല്ലാം കൂടെ ഈ എല്ലാ പ്ലേലിസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് കാണാൻ സാധിക്കും. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.